ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയുടെയും ബിയുടെയും സിയുടെയും ഇൻകം 7x 9x 12x എന്നായിട്ട് എടുക്കുക. അവരുടെ എക്സ്പെൻഡിച്ചർ 8y 9y 15y എന്നായിട്ടും. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇഫ് എ സേവ്സ് 1/4 ഓഫ് ഹിസ് ഇൻകം. അപ്പോൾ എ ഇൻകത്തിൻ്റെ 4/1 ഭാഗമാണ് സേവ് ചെയ്യുന്നത് എങ്കിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും? 4/3 ഭാഗമായിരിക്കും. അതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. 7x × 3/y = 8y. അപ്പോൾ x/y എന്തായിട്ട് കിട്ടും? 32:21 എന്നായിട്ട് കിട്ടും. എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 32 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, വൈയുടെ സ്ഥാനത്തൊക്കെ 21 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇൻകം എന്തായിട്ട് കിട്ടും? 224, 288, 384 എന്ന് കിട്ടും. എക്സ്പെൻഡിച്ചറോ 168, 189, 315 എന്നായിട്ട് കിട്ടും. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്തായിരിക്കും? സേവിങ്സ് ആയിരിക്കും. അപ്പോൾ സേവിങ്സിൻ്റെ റേഷ്യോ എന്താ? 56:99:69 എന്നാണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഫാമിലിയുടെ ഇൻകവും എക്സ്പെൻഡിച്ചറിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 10:7. ഒരു ഫാമിലിക്ക് 10 രൂപ ഇൻകം ഉണ്ടെങ്കിൽ 7 രൂപ എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലെ സേവിങ്സ് എത്ര രൂപയായിരിക്കും? 3 രൂപയായിരിക്കും. എങ്കിലിവിടെ ഫാമിലിയുടെ എക്സ്പെൻസസിൻ്റെ തുക തന്നിട്ടുണ്ട് 10,500. ഈ 10,500 ഏത് റേഷ്യോ യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കും? 7 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സേവിങ്സ് ആണ്. അത് 3 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 4,500. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ പിൻ്റെയും ക്യൂവിൻ്റെയും ഇൻകത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 3:4. എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3. ഇവിടെ രണ്ടുപേരും 6,000 രൂപ വെച്ചാണ് സേവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ എന്താണ്? സേവിങ്സ് ആണ്. ഈ റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാൽ 3 - 2 എന്താ? 1. 4 - 3 എന്താ? 1. രണ്ടിലും ഓരോ റേഷ്യോ യൂണിറ്റ് കുറച്ചിട്ടാണ് 2:3 എന്ന എക്സ്പെൻഡിച്ചർ റേഷ്യോ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം 6,000 എന്ന വാല്യൂ 1 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻകം ഓഫ് പി 3 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്തായിരിക്കും? ആൻസർ 18,000. ഇവിടെ 3 ക്ലാസ്സുകളിലെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 2:3:5. എന്നിട്ട് ഓരോ ക്ലാസ്സുകളിലും 20 കുട്ടികൾ വെച്ച് കൂടി. അപ്പോൾ ആ ക്ലാസ്സുകളുടെ കുട്ടികളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്തായി? 4:5:7 ആയി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിലെയും റേഷ്യോ 2 റേഷ്യോ യൂണിറ്റ് വെച്ചാണ് കൂടിയിരിക്കുന്നത്. 2 4 ആയി, 3 5 ആയി, 5 7 ആയി. എങ്കിൽ 20 എന്ന വാല്യൂവിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള റേഷ്യോ യൂണിറ്റാണ് 2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒറിജിനൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം, അതായത് 20 പേരായിട്ട് ഓരോ ക്ലാസ്സിലും കൂടുന്നതിന് മുമ്പ് എത്ര കുട്ടികൾ ആ 3 ക്ലാസ്സിൽ കൂടി ഉണ്ടായിരുന്നത് എന്ന എണ്ണം. അതെന്തായിരുന്നു? 2 + 3 + 5 എല്ലാ ക്ലാസ്സിലെയും റേഷ്യോസ് തമ്മിൽ ആഡ് ചെയ്യാം. അതെന്തിനോട് ഈക്വലാണ്? 10 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 100. ഈ ക്വസ്റ്റ്യനിൽ വർക്കൗട്ട് ചെയ്യാനൊന്നുമില്ല, ചുമ്മാ നോക്കിയാൽ മതി. 17-ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 7 കിട്ടും. 24-ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ 14 കിട്ടും. അപ്പോൾ എന്താ റേഷ്യോ? 1:2 ആയിരിക്കും. എങ്കിൽ ഓപ്ഷൻ എന്താണ് ആൻസർ? 4th ഓപ്ഷൻ, ഓപ്ഷൻ ഡി, 10 ഈസ് സബ്ട്രാക്റ്റഡ്. ഈ ക്വസ്റ്റ്യനിൽ 12 പേരായിട്ട് ഓരോ ക്ലാസ്സിലും കുട്ടികളുടെ എണ്ണം കൂടുന്നതിന് മുമ്പുള്ള റേഷ്യോ 2:3:4 ഞാൻ എന്ത് ചെയ്തു? 6:9:12 ആയിട്ട് എടുത്തു. എന്നിട്ട് കൂടിയതിന് ശേഷമുള്ള കുട്ടികളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്താ? 8:11:40. അപ്പോൾ നോക്കുമ്പോൾ എല്ലാത്തിലും 2 റേഷ്യോ യൂണിറ്റ് വെച്ചാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ 12 എന്ന വാല്യൂ 2 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആദ്യം കൂടുന്നതിന് മുമ്പ്, കുട്ടികളുടെ എണ്ണം കൂടുന്നതിന് മുമ്പ് ഈ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്ന കുട്ടികളുടെ ടോട്ടൽ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തിനോട് ഈക്വലാണ്? 27നോട് ഈക്വലാണ്. 27 എങ്ങനെ കിട്ടിയത്? 6 + 9 + 12 27 എന്ന റേഷ്യോ യൂണിറ്റിനോട് ഈക്വലാണ്. എങ്കിൽ എത്രയായിരുന്ന എണ്ണം? 162.
ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, ആൻസറിൽ നിന്ന് പോയി. അപ്പോൾ ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ എന്നല്ലേ, 33 - 9 55 - 9 24ഉം 46ഉം കിട്ടി. 12:23 കിട്ടുന്നുണ്ട്. എങ്കിൽ ആൻസർ എന്താണ്? 33 ആണ്. ഇവിടെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 13:11. ടോട്ടൽ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 504. എന്നിട്ട് പറയാണ് ഗേൾസിൻ്റെ എണ്ണം മാത്രം 12 കൂടി. എങ്കിൽ പുതിയ റേഷ്യോ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ 13 + 11 എന്തായിരിക്കും ആൻസർ? 24 ആയിരിക്കും. ഈ 24 എന്ന റേഷ്യോ യൂണിറ്റ് 504 എന്ന വാല്യൂവിനോട് ഈക്വലാണ്, അതായത് കുട്ടികളുടെ എണ്ണത്തിനോട് ഈക്വലാണ്. എങ്കിൽ 12 എന്ന വാല്യൂവിനോട്, 12 എന്ന കുട്ടികളുടെ എണ്ണത്തിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ എന്താ? വാല്യൂ അല്ല, റേഷ്യോ യൂണിറ്റ് എന്താ? 4/7. എങ്കിൽ ആ 11 എന്ന റേഷ്യോ യൂണിറ്റിനോടൊപ്പം 4/7 ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 81/7 എന്ന് കിട്ടും. അപ്പോൾ 13 അവിടെ ചുമ്മാ ഇരുത്താൻ പറ്റില്ലല്ലോ. 13ൻ്റെ ഡിനോമിനേറ്റർ 7 ആക്കാൻ വേണ്ടിയിട്ട് 13 × 7/7 91/7 എന്ന് കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ എന്താ? 91:81. ഈ ക്വസ്റ്റ്യനിൽ 86,700 രൂപ എയ്ക്കും ബിക്കും സിക്കും കൂടി വീതിച്ചു കൊടുക്കാൻ പോവാണ്. ഏത് രീതിയിലാണ് വീതിക്കുന്നത്? ഫോർ എവറി റുപ്പി ദാറ്റ് എ ഗെറ്റ്സ് ബി ഗെറ്റ്സ് 90 പൈസ. എയ്ക്ക് കിട്ടുന്ന ഓരോ രൂപ, എയ്ക്ക് ഓരോ രൂപ കിട്ടുമ്പോൾ ബിക്ക് 90 പൈസ വെച്ച് കിട്ടും. അതായത് എയ്ക്ക് 100 പൈസ വെച്ച് കിട്ടുമ്പോൾ ബിക്ക് 90 പൈസ വെച്ച് കിട്ടും. അതേപോലെ ബിക്ക് ഓരോ രൂപ അല്ലെങ്കിൽ ബിക്ക് 100 പൈസ വെച്ച് കിട്ടുമ്പോൾ സിക്ക് 110 പൈസ വെച്ച് കിട്ടും. ഇനി A:B:C ആക്കാൻ എന്താ ചെയ്യണ്ടേ? ആ ബിയുടെ ചോട്ടിലുള്ള 90യും 100ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എയുടെ ചോട്ടിലുള്ള 100ഉം ബിയുടെ ചോട്ടിലുള്ള 100ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 10,000:9,000 എന്ന് കിട്ടും. സി കിട്ടാൻ വേണ്ടിയിട്ട് ബിയുടെ ചോട്ടിലുള്ള 90യും സിയുടെ ചോട്ടിലുള്ള 110ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 9,900 കിട്ടും. അപ്പോൾ പുതിയ റേഷ്യോ എന്താ? 100:90:99. അപ്പോൾ കണ്ടുപിടിക്കേണ്ട എന്താ? ബിയുടെ ഷെയർ ആണ്. അപ്പോൾ 86,700 × 90/289. 289 കിട്ടിയത് 100 + 90 + 99. ആൻസർ എന്താ? 27,000. ഇവിടെ 340 രൂപ 68 പൈസ എല്ലിനും എമ്മിനും എന്നിനും കൂടി വീതിച്ചു കൊടുക്കാൻ പോവാണ്. എങ്ങനെയാണ് വീതിച്ചു കൊടുക്കുന്നത്? എൽ ഗെറ്റ്സ് 5.72 മോർ ദാൻ എൻ എന്ന് പറയണം. എങ്കിൽ എന്നിന് എക്സ് റുപ്പീസ് കിട്ടുകയാണെങ്കിൽ എല്ലിന് എത്ര കിട്ടും? എക്സ് + 5.72 കിട്ടും. പിന്നെ പറയുന്നത് എം ഗെറ്റ്സ് 2.24 മോർ ദാൻ എൽ എന്ന് പറയുന്നു. അപ്പോൾ എല്ലിന് കിട്ടുന്നതിനേക്കാൾ എത്ര കൂടുതൽ കിട്ടുന്നുണ്ട്? 2.24 വെച്ച് കൂടുതൽ കിട്ടുന്നുണ്ട് എമ്മിന്. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എക്സ് + 5.72 + 2.24. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 3x + 13.68 എന്ന് കിട്ടും. അത് എല്ലാവർക്കും കിട്ടിയ മൊത്തം, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന മൊത്തം രൂപയോട് ഈക്വലായിരിക്കും 340.68. എക്സിൻ്റെ വാല്യൂ എന്താ? 109. എക്സിൻ്റെ വാല്യൂ തന്നെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എന്നിൻ്റെ വാല്യൂ. ഈ ക്വസ്റ്റ്യനിൽ ഒരു ബോക്സിലുള്ള കോയിനുകളുടെ എണ്ണം തന്നിട്ടുണ്ട് 210 കോയിൻസ്. അതിൽ എന്തിൻ്റെയൊക്കെ ഡിനോമിനേഷൻ ഉണ്ട്? 1 രൂപയുടെയും 50 പൈസയുടെയും ഡിനോമിനേഷൻ ഉണ്ട്. പിന്നെ ആ ബോക്സിലുള്ള കോയിൻസിൻ്റെ വാല്യൂ, രൂപ അല്ലെങ്കിൽ മൂല്യം, അതിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട് 13:11. എങ്കിൽ ആ കോയിനുകളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 13:22 ആയിരിക്കും. 11 രൂപ കിട്ടണമെങ്കിൽ 22.50 പൈസ കോയിൻ വേണം. എങ്കിൽ കോയിനുകളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 13:22. ആകെ മൊത്തം ആ ബോക്സിൽ 210 കോയിനാണ് ഉള്ളത്. കണ്ടുപിടിക്കേണ്ടത് 1 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്നാണ്. എങ്കിൽ 210 × 13/35 = 78 കോയിൻസ് ഉണ്ട്. ഈ 35 കിട്ടിയത് 13 + 22 ചെയ്തപ്പോഴാണ്. ഇവിടെ 378 കോയിൻസിൽ എന്തിൻ്റെയൊക്കെ ഡിനോമിനേഷൻ കോയിൻ ഉണ്ട്? 1 രൂപയുടെ, 50 പൈസയുടെ, 25 പൈസയുടെ. അതിൻ്റെ എല്ലാം
വാല്യൂസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, മൂല്യത്തിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 13:11:7. എന്നോട് ചോദിക്കുകയാണ് നമ്പർ ഓഫ് 50 പൈസ കോയിൻസ് എത്ര എണ്ണം അതിലുണ്ടെന്ന്. അപ്പോൾ മൂല്യത്തിൻ്റെ റേഷ്യോനെ എണ്ണത്തിൻ്റെ റേഷ്യോ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 13 രൂപയുണ്ടെങ്കിൽ 13 1 രൂപ കോയിൻ ഉണ്ടായിരിക്കും. 11 രൂപയുണ്ടെങ്കിൽ 22 50 പൈസ കോയിൻ ഉണ്ടായിരിക്കും. 7 രൂപയുണ്ടെങ്കിൽ 28 25 പൈസ കോയിൻ ഉണ്ടായിരിക്കും. അങ്ങനെ 13:22:28 എന്നാണ് കോയിനുകളുടെ എണ്ണത്തിൻ്റെ റേഷ്യോ. എങ്കിൽ 378 × 22/63 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 132 കിട്ടും. 50 പൈസ കോയിനുകളുടെ എണ്ണം. ക്വസ്റ്റ്യൻ ഭയങ്കര എളുപ്പമാണ്. സുമിത്തിൻ്റെയും പ്രകാശിൻ്റെയും പ്രസൻറ്റ് ഏജിൻ്റെ റേഷ്യോ 2:3 ആണെന്ന് പറയണു. 1 എന്ന റേഷ്യോയുടെ ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 6 ഇയേഴ്സ്, അതായത് ഡിഫറൻസ്. എങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഏജ് എന്തായിരിക്കും? 12ഉം 18ഉം ആയിരിക്കും. 6 വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും? 18ഉം 24 ആയിരിക്കും. ആൻസർ എന്താ? ഓപ്ഷൻ ഡി 3:4. ഇവിടെ രാമിൻ്റെയും റഹീമിൻ്റെയും 10 വർഷം മുമ്പത്തെ ഏജിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട് 1:3 എന്നുള്ളത്. 5 വർഷത്തിന് ശേഷം എന്തായിരിക്കും അവരുടെ ഏജിൻ്റെ റേഷ്യോ? 2:3. അതായത് 10 വർഷം മുമ്പത്തെ അവരുടെ റേഷ്യോ 1:3 ആണ്. അവിടെ നിന്ന്, ആ പോയിന്റിൽ നിന്ന് 15 വർഷം കഴിഞ്ഞിട്ടുള്ള റേഷ്യോ ആണ് എന്ത്? 2:3 എന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യുന്നു? ആ 2:3 പകരം 4:6 എന്ന് എഴുതുന്നു. അപ്പോൾ 1ഉം 4 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. 3ഉം 6 തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ 15 വർഷത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിച്ച റേഷ്യോ യൂണിറ്റാണ് 3. അതിൻ്റെ അർത്ഥം ഓരോ റേഷ്യോ യൂണിറ്റ് കൂടുമ്പോൾ 5 വർഷം വെച്ച് കൂടാണ് അല്ലേ? അപ്പോൾ പ്രസൻറ്റ് ഏജിലേക്ക് എത്തണമെങ്കിൽ 10 വർഷം കഴിയണ്ടേ? അതായത് 2 റേഷ്യോ യൂണിറ്റ് വെച്ച് കൂടണം. അപ്പോൾ 1 3 ആവും, 3 5 ആവും. എന്തായിരിക്കും ആൻസർ? 3:5. ഒരാൾ എയ്ക്കും ബിക്കും സിക്കും ഡിക്കും കൊടുക്കാൻ പോകുന്ന പെൻസിൻ്റെ എണ്ണത്തിൻ്റെ റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് അയാളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന, അതായത് ഇവർ കൊടുക്കുന്നതിന് മുമ്പുള്ള പെൻസിൻ്റെ മിനിമം എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റേഷ്യോസ് തന്നിരിക്കുന്നത് ഈ ഫ്രാക്ഷനിലാണ്. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ LCM കണ്ടിട്ട്, ഡിനോമിനേറ്റേഴ്സിന് LCM കണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/3 എന്തായിട്ട് മാറും? 20/60 ആയിട്ട് മാറും. 60 ആണ് LCM. 1/4 എന്തായിട്ട് മാറും? 15/60. 1/5 എന്തായിട്ട് മാറും? 12/60. 1/6 എന്തായിട്ട് മാറും? 10/60. എങ്കിൽ എയ്ക്ക് കിട്ടിയത് 20 പെന്ന്, ബിക്ക് കിട്ടിയത് 15 പെന്ന്, സിക്ക് കിട്ടിയത് 12 പെന്ന്, ഡിക്ക് കിട്ടിയത് 10 പെന്ന്. എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 57 പെന്ന്. ചോദ്യത്തിൽ ഇഫ് എ ഈക്വൽ ടു 4/5 ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ക്ക് 4 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ബിക്ക് എത്ര കൊടുക്കണം? 5 എന്ന വാല്യൂ കൊടുക്കണം. ബി ഈക്വൽ ടു 5/2 ഓഫ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് 5 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ സിക്ക് 2 എന്ന വാല്യൂ കൊടുക്കണം. അത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ A:B 4:5, B:C 5:2. 5 ബിയുടെ താഴെ രണ്ടിടത്ത് 5 തന്നെയാണ്. അപ്പോൾ നേരെ കൂടെ എഴുതിയാൽ മതി 4:5:2. ഇവിടെ ചോദിച്ചിരിക്കുന്നത് A:C എന്താണെന്നാണ്. 2:1. ഇവിടെ A:Bയുടെ റേഷ്യോ എന്താ? 3:4. B:Cയുടെ റേഷ്യോ എന്താ? 12:13. ഇവിടെ A:B 3:4 അല്ലേ? ആ ബിയുടെ താഴെ കിടക്കുന്ന 4നെ 12 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ടല്ലേ? എങ്കിൽ എയുടെ താഴെ കിടക്കുന്ന 3നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 9:12:13 എന്ന് കിട്ടും. ചോദ്യം എന്താണ്? എയുടെയും സിയുടെയും റേഷ്യോ എന്താണ്? എങ്കിൽ 9:13. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ കിട്ടും. ആ നമ്പേഴ്സ് എന്താണ്? 12ഉം 18ഉം ആണ്.
12 നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. 18ൻ്റെ ഒപ്പം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 കിട്ടും. അപ്പോൾ 10:20 1:2 റേഷ്യോ. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഫോർമുല വെച്ച് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, സോൾവ് ചെയ്യാം. ഇവിടെ A:B എന്താ തന്നിരിക്കുന്നത്? 2/9:1/3. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 9 ആക്കി മാറ്റുമ്പോൾ 2ഉം 3 എന്ന് കിട്ടും. അതായത് A:B 2:3 എന്നാവും. B:C എന്താണ്? 2/7:5/14. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 14 ആക്കുമ്പോൾ 4/14:5/14 എന്ന് കിട്ടും. B:C എന്താ? 4:5. ഇനി എന്താ ചെയ്യണ്ടേ? ആ ബിയുടെ താഴെ എടുക്കുന്ന 3നെയും 4നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എയുടെ താഴെ കിടക്കുന്ന 2 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ A:B എന്ത് കിട്ടും? 8:12 എന്ന് കിട്ടും. സിയുടെ താഴെ എടുക്കുന്ന 5നെ ബിയുടെ താഴെ എടുക്കുന്ന 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. A:B:C എന്താ? 8:12:15. പിന്നെ പറയുന്നുണ്ട് D:C എന്താണ്? 7/10:3/5 ആണ്. നമുക്കിവിടെ എഴുതേണ്ടത് C:D എന്നാണ്. അപ്പോൾ 3/5:7/10. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 10 ആക്കി മാറ്റുമ്പോൾ 6:7 എന്ന് കിട്ടും. ഫൈനലായിട്ട് ചെയ്യേണ്ടത് ആ സിയുടെ താഴെ എടുക്കുന്ന 6 കൊണ്ട് എയുടെ താഴെ എടുക്കുന്ന 8നെയും ബിയുടെ താഴെ എടുക്കുന്ന 12നെയും സിയുടെ താഴെ എടുക്കുന്ന 15നെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 48:72:90 എന്ന് കിട്ടും. പിന്നെ സിയുടെ താഴെ എടുക്കുന്ന 15 കൊണ്ട് ഡിയുടെ താഴെ എടുക്കുന്ന 7നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 105 എന്ന് കിട്ടും. ഫൈനൽ ആൻസർ എന്താ? 16:24:30:35. ഒരാൾ അയാളുടെ പ്രോപ്പർട്ടി ഷെയർ ചെയ്യാണ്. ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്താണ്? സണ്ണിനും വൈഫിനും കൊടുക്കുന്ന റേഷ്യോ 3:1 ആണ്. അതേപോലെ വൈഫിനും ഡോട്ടറിനും കൊടുക്കുന്ന റേഷ്യോ 3:1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സൺ ഈസ്റ്റ് വൈഫ് 3:1, വൈഫ് ഈസ്റ്റ് ഡോട്ടർ 3:1. താഴെ എഴുതിയ പോലെ എഴുതുക. എന്നിട്ട് സൺ ഈസ്റ്റ് വൈഫ് ഈസ്റ്റ് ഡോട്ടർ എന്താ? 9:3:1. എന്നിട്ട് പറയുന്നു ഇഫ് ദ ഡോട്ടർ ഗെറ്റ്സ് റുപ്പീസ് 10,000 ലെസ് ദാൻ സൺ. അപ്പോൾ 10,000 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 8 എന്ന റേഷ്യോണ്ടിനോട് ഈക്വൽ ആയിരിക്കും. 9 - 1 8 എന്ന റേഷ്യോണ്ടിനോട് ഈക്വൽ ആയിരിക്കും. ചോദിച്ചിരിക്കുന്നത് ഹോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13 എന്ന റേഷ്യോണ്ടിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 9 + 3 + 1. 13 എന്ന റേഷ്യോണ്ടിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ 16,250. 16,250.